സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ ചെന്നിത്തലയെ പോലുള്ള നേതാക്കളുടെ ശക്തമായ നിലപാടാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത്. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാങ്കൂട്ടത്തിന് പുറത്തു പോകേണ്ടി വന്നത്. ചെന്നിത്തല കർശനമായ നിലപാട് സ്വീകരിക്കാൻ ചില കാരണങ്ങളുണ്ട്. MLA സ്ഥാനവും ഒഴിയണമെന്ന നിലപാട് പാർട്ടിക്കകത്ത് ശക്തമാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ കടുത്ത അതൃപ്തിയിലുമാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയാം. സത്യത്തിൽ കുരുക്കിലായിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി നേരെ വന്ന് വീഴുന്നത് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് മുകളിലാണ്. ഷാഫിയുടെ നില പാർട്ടിയിൽ പരുങ്ങലിലാണോ? അതിനെക്കുറിച്ചും ഈ വീഡിയോ വിശദീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പേജ് 10 സ്റ്റോറീസ് എടുത്ത നിലപാടിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ പശ്ചാത്തലം കൂടി പറഞ്ഞാൽ മാത്രമേ ഇപ്പോഴുള്ള വാർത്തകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തൂ. വ്യക്തമായ തെളിവ് കിട്ടിയതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് തന്നെ കഴിഞ്ഞ 28-ാം തീയതി പേജ് 10 സ്റ്റോറീസ് വീഡിയോ ചെയ്തത്. പക്ഷേ രാഹുലിന്റെ സൈബർ ടീമിന്റെ മിടുക്കുകൊണ്ട് ആ വിഷയം വഴിതിരിച്ചു വിടാൻ അവർക്ക് കഴിഞ്ഞു. ഈ വിഷയത്തിൽ ഒന്നും ഉൾപ്പെടാത്ത സ്ത്രീകളുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇടത് ഹാൻഡിലുകളിൽ അടക്കം എത്തിക്കാൻ മാങ്കൂട്ടത്തിന്റെ സൈബർ ഗുണ്ടകൾക്ക് കഴിഞ്ഞു. അതോടെ ഈ വിഷയം കെട്ടടങ്ങി. തുടർന്ന് ഈ വിഷയത്തിൽ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ പരാതിക്കാരികളില്ല. എന്നാൽ പരാതികളെല്ലാം KPCC നേതൃത്വത്തിന് മുന്നിലും ചില കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലും ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. അതിലൊന്നും നടപടിയെടുക്കാൻ അവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നും മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിനി ആൻഡ് ജോർജ് കൗമുദി TVക്ക് അഭിമുഖം നൽകിയത്. ആ അഭിമുഖം കാണാൻ ഇടയായത്. ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻ സഹപ്രവർത്തകയാണ് റിനിയെ ഞാൻ വിളിച്ചു. കൗമുദി TVയിൽ പറഞ്ഞതിന് തുടർച്ചയായ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് റിനി പറഞ്ഞു. തുടർന്നാണ് ഫോണിൽ റിനിയുമായി സംഭാഷണം റെക്കോർഡ് ചെയ്ത് അതിനെ വീഡിയോ ആക്കി മാറ്റിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. അതിന് കാരണം നേരത്തെ ഞാൻ നടത്തിയ അന്വേഷണങ്ങളിലൂടെ കിട്ടിയ ബോധ്യങ്ങളായിരുന്നു. എൻ്റെ ആ ബോധ്യങ്ങൾ തന്നെയാണ് പിന്നീട് ചാനലുകളിലൂടെ പൊതുജനത്തിന് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയത്. എന്തായാലും റിനി പിന്നീട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞു. വിഷയം കത്തിക്കയറി. ഇത്തരമൊരു സ്ഥിരം പീഡകനായ നേതാവിനെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതിൽ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം പേജ് 10 സ്റ്റോറീസിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. സത്യമെന്ന ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൂ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പു പറയുന്നു. പ്രേക്ഷക പിന്തുണയിൽ നന്ദിയും അറിയിക്കുകയാണ്. ഇനി ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരികെ പോയാൽ, രമേശ് ചെന്നിത്തലയുടെ ശക്തമായ നിലപാടാണ് മാങ്കൂട്ടത്തിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അത് ഉറപ്പിച്ചു പറയാൻ കഴിയും. റിനിയുടെ പരാതി ഉയരും മുമ്പ് തന്നെ ചെന്നിത്തല ഹൈക്കമാൻഡിനെ വിശദമായ പരാതി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു. രാഹുലിനെതിരെ ഇനി ഉയർന്നു വരാനിടയുള്ള പരാതികളെക്കുറിച്ചും ഹൈക്കമാൻഡിൽ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു. എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം എന്ന സന്ദേശം ചെന്നിത്തല ഹൈക്കമാൻഡിന് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സതീശനും കോൺഗ്രസ് നേതൃത്വവും രാഹുലിനെ അപ്പോഴും പ്രതിരോധിച്ചു. പക്ഷേ VD സതീശനെ പിതൃതുല്യനായി കാണുന്ന റിനിയുടെ വെളിപ്പെടുത്തൽ എത്തിയതോടെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി വിളിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. ചെന്നിത്തലയുടെ മുന്നറിയിപ്പിന്റെ ആഴം അപ്പോഴാണ് ഹൈക്കമാൻഡിന് ബോധ്യമായത്. കൂടുതൽ വിവരങ്ങൾ ചെന്നിത്തലയിൽ നിന്ന് ശേഖരിച്ച ദീപാദാസ് മുൻഷി മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഉടൻ രാജിവെക്കണമെന്നുള്ള കർശന നിർദ്ദേശം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി. കാര്യങ്ങൾ വഷളാകും മുമ്പ് തന്റെ മുന്നറിയിപ്പ് കാര്യമായി എടുത്തിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഇപ്പോഴുണ്ടായ കേട് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല ദീപാദാസ് മുൻഷിയെ അറിയിച്ചു. എന്നാൽ പുനഃസംഘടനയ്ക്കൊപ്പം രാഹുലിന്റെ കാര്യവും തീരുമാനമെടുക്കാം എന്നായിരുന്നു തങ്ങളെടുത്ത ഒരു ധാരണ എന്ന് ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയെ അറിയിച്ചു. രാഹുൽ MLA സ്ഥാനവും രാജിവെക്കണമെന്നുള്ള നിലപാടാണ് ചെന്നിത്തലയും കൂട്ടരും ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇക്കാര്യവും ചെന്നിത്തല ദീപാദാസ് മുൻഷിയെ അറിയിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിന് പാർട്ടി വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ചെന്നിത്തല നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും രാഹുലുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ പാർട്ടിയിൽ ചെന്നിത്തലയുടെ പ്രസക്തി തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയുടെ വാക്ക് കേൾക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ദീപാദാസ് മുൻഷി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോട് അതൃപ്തിയിലാണ്. എന്നാൽ ചെന്നിത്തലയെ ദീപാദാസ് മുൻഷിക്ക് വിശ്വാസവുമുണ്ട്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ KC വേണുഗോപാലും ചെന്നിത്തലയുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം പാർട്ടിയിലെ സമവാക്യങ്ങളിൽ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് VD സതീശനും കൂട്ടർക്കും എന്ന് തന്നെ നമുക്ക് പറയാം.
അത് വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. എന്തായാലും ചെന്നിത്തലയെ സംബന്ധിച്ച് ഇത് മധുരമായ പ്രതികാരമാണ്. തന്നെ ഒന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോയ സതീശൻ്റെയും ടീമിനെയും നിശബ്ദമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ആ മധുര പ്രതികാരത്തിൻ്റെ കാര്യമായി പറയാനുള്ളത്. രാഹുലിനെ പോലെ മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഷാഫിയും മറ്റും അടങ്ങുന്ന യുവനിരയെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരവുമാണ് ചെന്നിത്തലയ്ക്കും കൂട്ടർക്കും ഇത് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള നിലപാട് ചെന്നിത്തല സ്വീകരിക്കുന്നതും അത് മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള തന്ത്രങ്ങളുടെ മറ്റൊരു മുഖവുമായി നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും ഷാഫി പറമ്പിലിന് മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനർഹമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെയും അതിന് പാർട്ടി ഇപ്പോൾ നൽകേണ്ടി വരുന്ന വിലയുടെയും മുഴുവൻ പാപഭാരവും ഷാഫിക്ക് മുകളിലാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെയും അഭിജിത്തിനെയും അഖിലിനെയും പോലുള്ളവരെയൊക്കെ വെട്ടി രാഹുലിനെ പ്രതിഷ്ഠിച്ചത് ഷാഫിയാണ്. പാലക്കാട് MLA സ്ഥാനത്തേക്ക് രാഹുലിനെ എത്തിച്ചതും ഷാഫിയുടെ ഫോർമുലയാണ്. താൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ പാലക്കാട് സീറ്റ് മാങ്കൂട്ടത്തിന് നൽകണമെന്ന ഫോർമുല. ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ പൊടിതട്ടിയെടുക്കുകയാണ് ഷാഫിയുടെ എതിർചേരി. രാഹുലിന്റെ എല്ലാ പേക്കൂത്തുകളെയും ഷാഫി പിന്തുണച്ചത് അതിൽ ഷാഫിക്കും പങ്കുള്ളത് കൊണ്ട് എന്നാണ് എതിർചേരി ഇപ്പോൾ ആരോപിക്കുന്നത്. ആ നിലയിൽ ഷാഫി പറമ്പിൽ കോൺഗ്രസിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിൽ പ്രതിരോധത്തിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഷാഫി മാധ്യമങ്ങളെല്ലാം ഒഴിവാക്കി ബീഹാറിലേക്ക് മുങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായ പരാതികൾ കൃത്യമായി തന്നെ ഷാഫി പറമ്പിലിനും VD സതീശനും അറിയാമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അറിയില്ല എന്നൊക്കെ സതീശൻ പറയുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള സതീശന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. റിനി പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ചില പരാതികൾ നേതാക്കളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ അനുയായി എന്ന നിലയിലും രാഷ്ട്രീയ തന്ത്രശാലി എന്ന നിലയിലുമുള്ള രാഹുലിന്റെ മിടുക്ക് പരിഗണിച്ച് ഈ പരാതികൾ നേതാക്കൾ അല്ലെങ്കിൽ പരിഗണിക്കാനേ പോയില്ല. ആ മുഖ്യ പരാതികളിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ നിന്നുള്ള പരാതികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കോൺഗ്രസിന്റെ ഒരു സംഘടനാ നേതാവിന്റെ മകൾ, ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ എന്നിവരുടെ എല്ലാം പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്ക് വന്നിരുന്നു. അപ്പോഴും മാങ്കൂട്ടത്തിലിന്റെ ന്യായത്തിനാണ് സതീശനും ഷാഫി പറമ്പിലും മുൻതൂക്കം നൽകിയത് എന്നാണ് ഇപ്പോൾ എതിർചേരി ആരോപിക്കുന്നത്. അതല്ലെങ്കിൽ അതാണ് വസ്തുത. അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഷാഫി പറമ്പിലിനെയും VD സതീശനെയും പറ്റിച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. മാങ്കൂട്ടത്തിലിനെ അമിതമായി വിശ്വസിച്ചതാണ് സത്യത്തിൽ സതീശനും ഷാഫിക്കും പറ്റിയ അബദ്ധം. ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ റിസോഴ്സുകളെ ഉപയോഗിക്കാതെ എല്ലാം യുവനിരയെ ഏൽപ്പിച്ച സതീശനും ടീമിനും ഇനി മാറി ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ആ സൂചന തന്നെയാണ് ഹൈക്കമാൻഡും നൽകിയിരിക്കുന്നത്. അത് സതീശൻ അംഗീകരിക്കുമോ അതോ തൻ്റെ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ വലിയ അടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. അതിൽ നിന്ന് ജനങ്ങൾക്ക് സ്വീകാര്യമായ നിലപാട് സ്വീകരിച്ച് കരകയറണമെന്ന അഭിപ്രായമാണ് ചെന്നിത്തല പക്ഷം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന് മുരളീധരൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ട്. ഈ നിലപാട് ഹൈക്കമാൻഡും അംഗീകരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് MLA സ്ഥാനവും നഷ്ടമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴും പരാതിക്കാരി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണങ്ങൾ ചമയ്ക്കുന്നവർ, ശങ്കരാടിയുടെ പഴയ മീമിനെ വെച്ചിട്ട് പ്രതിരോധം തീർക്കുന്നവർ എന്താണ് മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഉമ്മൻചാണ്ടിയുമായി വരെ മാങ്കൂട്ടത്തിലിനെ ഉപമിക്കുന്നവർ അത് ആ വലിയ നേതാവിനോട് ചെയ്യുന്ന ദ്രോഹമാണെന്നും മനസ്സിലാക്കുക. കോൺഗ്രസിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് അത് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ തുറന്നു കാട്ടപ്പെട്ടത് ഇനിയും മനസ്സിലാകാത്തവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.